കേരള ടുഡേയിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്യുകയാണ് ജാൻവി. ജോലിയുടെ ഭാഗമായി അവൾ കൊച്ചിയിലെത്തിയിട്ട് 3 മാസമേ ആകുന്നുള്ളൂ. എങ്കിൽ പോലും ആ പ്രൊബേഷൻ പീരീഡിൽ തന്നെ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അവൾ ഓഫീസിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തിരുന്നു. പ്രൊബേഷൻ പൂർത്തിയാക്കിയ അന്ന് അവൾക്ക് കവർ ചെയ്യേണ്ടിയിരുന്നത് പുലർച്ചെ വില്ലിംഗ്ടൺ ഐലൻഡിൽ കാണപ്പെട്ട ഒരു അജ്ഞാത മൃതദേഹത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. ഫോട്ടോഗ്രാഫറെയും കൂട്ടി ക്രൈം സ്പോട്ടിൽ ചെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജീർണിച്ച ആ ഡെഡ് ബോഡിയുടെ വിവിധ ആംഗിളിലുള്ള കുറേ ഫോട്ടോസ് അവൾ എടുക്കുകയും ചെയ്തു. അന്നത്തെ എല്ലാ പത്രങ്ങളുടെയും ബോക്സ് ന്യൂസ് ആയിരുന്നു ആ അജ്ഞാത മൃതദേഹം. പക്ഷെ അത്രയും വലിയൊരു വാർത്തയായിരുന്നിട്ട് പോലും മരണപ്പെട്ട ആളെ തിരിച്ചറിയാൻ കഴിയാതിരുന്നതിനാലും ആരും അന്വേഷിച്ചു വരാതിരുന്നതിനാലും 2 ആഴ്ചയ്ക്കകം തന്നെ ആ വാർത്ത ഉൾപേജിലെ വെറുമൊരു ഒറ്റക്കോളം വാർത്ത മാത്രമായി ഒതുങ്ങി. പോലീസും മാധ്യമപ്രവർത്തകരും ആ കേസ് പൂർണ്ണമായും ഒഴിവാക്കി. ഒടുവിൽ 2 മാസങ്ങൾക്കിപ്പുറം ആ വാർത്തയും പെൺകുട്ടിയും എല്ലാവരുടെയും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതായി. ജാൻവിയും ആ കേസ് ഉപേക്ഷിച്ചു. കാരണം എളുപ്പം മറന്നുപോകാൻ പാകത്തിൽ ദിവസവും ഓരോ ക്രൈം നടക്കുന്ന നാട്ടിൽ ഓരോ പേരോ അറിയാത്ത ഒരു അജ്ഞാത ശവത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് എന്ത് പ്രാധാന്യമെന്ന് അവൾക്കും അറിയാമായിരുന്നു. അങ്ങനെ ജാൻവി തൻ്റെ പത്രപ്രവർത്തന ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ജോലിയിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ ജാൻവി ആദ്യം ചെയ്തത് പാലാരിവട്ടത്തെ ഹോസ്റ്റലിൽ നിന്നും സിവിൽ ലൈൻ റോഡിലെ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറുക എന്നതായിരുന്നു. അങ്ങനെ വളരെ വേഗം അവൾ കൊച്ചിയുമായി ഇഴുകിച്ചേർന്നു. വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതിയിലെ പ്രത്യേകതകളും മികവുറ്റ വ്യക്തിത്വവും കൊണ്ട് ജാൻവി വളരെ പെട്ടെന്ന് തന്നെ കൊച്ചിയിലെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളിൽ ഒരാളായി മാറി. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ജോലിക്ക് പോകേണ്ടതില്ലാത്ത ഒരു അവധി ദിനം. ഉച്ചയ്ക്ക് മുമ്പ് ജോലികളെല്ലാം തീർത്ത് TV കാണാനിരുന്നെങ്കിലും ഉറക്കം കണ്ണുകളെ മൂടാൻ തുടങ്ങിയപ്പോൾ ഉറങ്ങിയേക്കാമെന്ന് കരുതി ജാൻവി ഉറങ്ങാൻ കിടന്നു. കിടന്ന ഉടനെ തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസത്തെ ഓഫീസിലെ ജോലിയും അലച്ചിലും കൊണ്ട് തളർന്നിരുന്നതിനാൽ 10 മിനിറ്റ് കൊണ്ട് അതിഗാഢമായ ഒരു ഉറക്കത്തിലാണ്ടു ജാൻവി. വലതു കൈത്തണ്ട നെറ്റിക്ക് കുറുകെ വെച്ച് നീണ്ടു നിവർന്നു കിടന്ന് ഉറങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൾക്ക് കൈത്തണ്ടയിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടത്. ഉറക്കത്തിലായിരുന്നെങ്കിലും ജാൻവി ഇടത് കൈകൊണ്ട് ചൊറിച്ചിലുണ്ടായ കൈയിൽ അമർത്തി മാന്തിയിട്ട് വീണ്ടും ഉറക്കത്തിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് തോന്നിയത് തലമുടി പോലുള്ള എന്തോ ഒന്നുരഞ്ഞിട്ടാണ് കൈയിൽ അസ്വസ്ഥത ഉണ്ടായത്. പെട്ടെന്നാണ് അവളുടെ ഉപബോധ മനസ്സിൽ ഒരു ഉണർച്ച വന്നത്. മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന എന്തോ ഒന്നാണ് തൻ്റെ കയ്യിൽ വന്നു മുട്ടുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോഴുണ്ട് തലയ്ക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നു. മുന്നിലേക്ക് മുടി കിടക്കുന്ന അവളുടെ നീളമുള്ള മുടിയുടെ അറ്റമാണ് തൻ്റെ കയ്യിൽ വന്നു തട്ടുന്നത്. ജാൻവി ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. അറ്റം കൂർത്ത താടിയുള്ള ആ മുഖത്തെ തിളക്കമുള്ള കണ്ണുകൾ കണ്ടതും ഒരു വിറയൽ ജാൻവിയുടെ ശരീരത്തിലൂടെ പാഞ്ഞുപോയി. ഏതാനും സെക്കൻഡ് അവൾ ആ സ്ത്രീയെ തുറിച്ചു നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീരൂപം മനുഷ്യൻ്റേതല്ല എന്നൊരു തോന്നൽ അവളുടെ തലച്ചോറിൽ മിന്നിയതും ആ സ്ത്രീയുടെ കണ്ണുകളിലെ ഭാവം പതിയെ മാറുന്നത് അവൾ കണ്ടു. ആദ്യം ഒരു ചിരിയുണ്ടായിരുന്ന കണ്ണുകളിൽ പതിയെ ഒരുതരം പൈശാചിക ഭാവം നിറയുന്നു. ജാൻവിക്ക് ഉറക്കെ അലറിക്കരയാൻ തോന്നി. പക്ഷെ അവളുടെ നാവ് പൊന്തുന്നുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ അത്തരം ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ശരീരം പൂർണ്ണമായും തളർന്നു. ജാൻവിക്ക് എഴുന്നേൽക്കാനോ മിണ്ടാനോ കഴിയാത്ത അവസ്ഥ. പക്ഷെ അവളെ കൂടുതൽ പേടിപ്പിച്ചത് തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന ആ സ്ത്രീയോ തൻ്റെ തളർച്ചയോ ഒന്നുമല്ലായിരുന്നു. അവളുടെ ആ അവസ്ഥയിലും പുറത്ത് ആരോ സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. അവളെ ഭയത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചത് അതാണ്. അവളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അവളുടെ തോന്നലോ സ്വപ്നമോ ഒന്നുമല്ല, തികച്ചും യാഥാർത്ഥ്യമാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി ആ സ്ത്രീ അവളെ നോക്കിയിട്ട് പതിയെ അവർ അവരുടെ മുഖം ജാൻവിയിലേക്ക് താഴ്ത്താൻ തുടങ്ങി. ജാൻവി പേടികൊണ്ട് വെപ്രാളം കാണിച്ചു. തൻ്റെ മരണം ആ നിമിഷം സംഭവിക്കാൻ പോകുന്നു എന്നവൾക്ക് മനസ്സിലായി. ആ പൈശാചികതയെ സ്വീകരിക്കാൻ അവളുടെ മനസ്സ് അവളോട് പറയുന്നത് പോലെ. ജാൻവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നാണത് സംഭവിച്ചത്. മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ഫോൺ റിങ് ചെയ്തു. ആ നിമിഷം തന്നെ വലിയൊരു നിലവിളിയോടെ ജാൻവി ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. ശരീരം വിയർത്തു കുളിച്ചിട്ടുണ്ട്. അവളുടെ നെഞ്ചിടിപ്പ് കേട്ടിട്ട് അവൾക്ക് തന്നെ ഭയം തോന്നി. ശ്വാസഗതി താളം തെറ്റി അവൾ വല്ലാതെ കിതച്ചു. മുങ്ങിക്കുളിച്ച് കയറിയതുപോലെ അവളുടെ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു. താൻ കണ്ടതൊരു സ്വപ്നം തന്നെയായിരുന്നോ എന്നവൾ മനസ്സിൽ പലയാവർത്തി ചോദിച്ചു. ഒടുക്കം കണ്ടതൊരു സ്വപ്നം തന്നെയായിരുന്നു എന്ന് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അവൾ കിതപ്പൊന്നടങ്ങിയപ്പോൾ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഫോൺ എടുത്തു നോക്കി.
ഓഫീസിലെ ഉറ്റ സുഹൃത്ത് ഋതുവാണ് വിളിച്ചിരുന്നത്. ഒരു പാവം പാലക്കാട്ടുകാരി. ഋതുവിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്കിറങ്ങി വാതിൽ ചാരുമ്പോൾ അടയുന്ന ആ വാതിലിനപ്പുറം ആ റൂമിന്റെ മൂലയിൽ വാതിലിനോട് ചേർന്നൊരു സ്ത്രീരൂപം കത്തുന്ന കണ്ണുകളുമായി ജാൻവി തിരികെ വരുന്നതും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഋതു, പറയടാ, നീ വിളിച്ചപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. ബാൽക്കണിയിൽ ചെന്ന് നിന്ന് ഋതുവിനെ ഫോണിൽ വിളിച്ച് ജാൻവി കാര്യം തിരക്കി. ജാൻവി, നീ ഇപ്പോൾ ഫ്രീ ആണോ? ആണെങ്കിലൊന്ന് റെഡിയായി വന്നേ, ഞാൻ താഴെയുണ്ട്. കനത്ത സ്വരത്തിലാണ് ഋതു സംസാരിച്ചത്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ സ്വരം എന്താ വല്ലാതിരിക്കുന്നത്? ജാൻവി തിരക്കി. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ജാൻവി. ഒക്കെ നേരിൽ പറയാം, നീ ഒന്ന് വേഗം റെഡിയായി വരാൻ നോക്ക്. അസ്വസ്ഥതയോടെ അത്രയും പറഞ്ഞുകൊണ്ട് ഋതു കോൾ കട്ട് ചെയ്തു. 10 മിനിറ്റ് കൊണ്ട് റെഡിയായി ജാൻവി താഴെ എത്തുമ്പോൾ ഋതു അവളെയും കാത്ത് പാർക്കിങ്ങിലുണ്ടായിരുന്നു. ഋതു, എന്താടാ പ്രശ്നം? ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അക്ഷമയോടെ ജാൻവി ചോദിച്ചു. പറയാം, ആദ്യം ഇവിടെ നിന്നൊന്ന് മാറാം. അത്രയും പറഞ്ഞുകൊണ്ട് ഋതു കാർ സ്റ്റാർട്ട് ചെയ്തു. അവർ നേരെ പോയത് കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള കോഫി ഷോപ്പിലേക്കായിരുന്നു. 2 കോഫിക്ക് ഓർഡർ കൊടുത്ത് വെയിറ്റർ പോകുന്നത് നോക്കിയിരിക്കുന്ന ഋതുവിൻ്റെ കയ്യിലൊന്ന് നുള്ളി ജാൻവി. ഇനഫ് ഋതു, നീ മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം പറയുന്നുണ്ടോ? ജാൻവി, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇടക്ക് കയറി ഒന്നും ചോദിക്കരുത്. മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് നിനക്ക് സംസാരിക്കാം, ഓക്കെ? ഋതു പറഞ്ഞു. ആ ഓക്കെ, നീ കാര്യം പറ. ജാൻവിയുടെ ക്ഷമ നശിക്കാൻ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വീക്ക് തെന്മല ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് പാതി ഒഴുകിയ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിരുന്നില്ലേ? അന്ന് ആ ന്യൂസ് കവർ ചെയ്യാൻ ഞാനല്ലേ പോയത്? ആ ബോഡി ചെന്നൈയിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന ആനന്ദ് എന്നൊരാളുടെ ആയിരുന്നു. മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഏതോ വന്യജീവിയുടെ അറ്റാക്കിലുണ്ടായ ഇഞ്ചറി ആണെന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തെന്മല സ്റ്റേഷനിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ തരാനായിരുന്നു അവർ വിളിച്ചത്. കാര്യം കുറച്ച് സീരിയസ് ആണ്. വേറൊന്നുമല്ല, 2 മാസം മുമ്പ് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് കിട്ടിയ ആ അജ്ഞാത മൃതദേഹമില്ലേ? ആ പെൺകുട്ടിയുടെ പേര് ലയ എന്നാണ്. ചെന്നൈയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു. ഈ മരണപ്പെട്ട ആനന്ദിൻ്റെ കാമുകിയായിരുന്നു ലയ. ലയയുടെ മിസ്സിംഗ് കേസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പിറ്റേന്ന് ആനന്ദിനെ ചെന്നൈയിൽ നിന്ന് കാണാതാവുകയായിരുന്നു. ലയയുടെ മരണത്തിൽ അവനെയാണ് പോലീസ് സംശയിച്ചിരുന്നത്. അവനു വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് 2 ആഴ്ച മുമ്പ് അവൻ്റെ ബോഡി കിട്ടുന്നത്. ഋതു പറഞ്ഞു നിർത്തി. ഇല്ല, ഇതിലിപ്പോ നമ്മളെന്ത് ചെയ്യാനാണ് ഋതു? പോലീസ് അന്വേഷിക്കട്ടെ. ഋതു അവളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് സ്വരം അല്പം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ജാൻവി, മരണപ്പെട്ട ലേഡിയുടെ പേര് ലയ എന്നാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അവളെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു. ആ കേസിൻ്റെ പിന്നാലെ ഞാൻ പോയിരുന്നു. ലയ, ഷീ വാസ് ആൻ ഓർഫൺ. മധുരയിലെ ഏതോ ഒരു ഓർഫണേജിലായിരുന്നു ലയ. പഠിക്കാൻ ബ്രില്യൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ മദർ അവളെ മെഡിസിന് ചേർത്തു. മെഡിക്കൽ കോളേജിൽ ലയയുടെ സീനിയർ ആയിരുന്നു ആനന്ദ്. ലയ കൊല്ലപ്പെടുന്നതെന്ന് കൊച്ചിയിൽ ആനന്ദിൻ്റെ ഫ്ലാറ്റിൽ അവനെ കാണാനായി വന്നിരുന്നു. അതിൻ്റെ എവിഡൻസ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതുവച്ചാണ് പ്രതി ആനന്ദായിരിക്കാമെന്ന നിഗമനത്തിൽ അവർ എത്തിയത്. അതൊക്കെ, ബട്ട് നമുക്കിതിലൊന്നും ചെയ്യാനില്ലല്ലോ. പോലീസ് അന്വേഷിക്കട്ടെ. പ്രതി ആനന്ദ് തന്നെയാണെന്ന് അതുകൊണ്ട് മാത്രം ഉറപ്പിക്കാൻ പറ്റുമോ? ജാൻവി ചോദിച്ചു. ഇല്ല, ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ലയ കൊല്ലപ്പെട്ട ആ രാത്രിയിൽ അവളെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ട്. ആ ഇടിച്ച വണ്ടി നിർത്താതെ പോയിട്ടുമുണ്ട്. ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നതപ്പോൾ കുണ്ടന്നൂർ പാലത്തിൻ്റെ ഇറക്കത്തിൽ വെച്ചാണ്. അതായത് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് തിരിയുന്ന റോഡിൽ വെച്ച്. കാരണം അവിടെ CCTV ഇല്ല. അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇടിച്ച വണ്ടി നിർത്താതെ പോയിരിക്കുന്നത്. ലയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇടത് കൈ ഒടിഞ്ഞിട്ടുമുണ്ട്, ഹെഡ് ഇഞ്ചറിയും ഉണ്ട്. അവൾ പറഞ്ഞത് കേട്ട് ജാൻവി ഒന്ന് ഞെട്ടി. ഇത്രയും വലിയൊരു കേസായിരുന്നു ഋതു ഇത്? ജാൻവി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു പോയി. യെസ് ജാൻവി, പിന്നെ നിന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? അത് പിന്നെ ജാൻവി, ആ ആനന്ദിൻ്റെ ഫ്ലാറ്റിലാണ് നീ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. നിനക്കത് വാടകയ്ക്ക് തന്ന ആൾക്ക് ആനന്ദ് ആ ഫ്ലാറ്റ് വിൽക്കുകയായിരുന്നു. വാട്ട്? ജാൻവിയുടെ ശബ്ദമുയർന്നിരുന്നു. ജാൻവി, കൂൾ, ഇതിൽ പേടിക്കാനൊന്നുമില്ലടാ. നീ അറിഞ്ഞിരിക്കാൻ ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. നീ ഒരു കാര്യം ചെയ്യേ, എത്രയും പെട്ടെന്ന് ആ ഫ്ലാറ്റിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്. അവിടെ ഇനി താമസിക്കേണ്ട. ഋതു അതീവ ഗൗരവത്തിലാണ് അത് പറഞ്ഞത്. ഋതു പറഞ്ഞത് കേട്ട് ജാൻവി നിഷേധാർത്ഥത്തിൽ തല വെട്ടിച്ചു. ഋതു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ പറയുന്നതെല്ലാം സത്യം തന്നെയാണോ? അല്ല, ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പോലീസിൽ നിന്ന് നിനക്കെങ്ങനെ ഈ വിവരങ്ങൾ കിട്ടി? ജാൻവി അസ്വസ്ഥതയോടെ ചോദിച്ചു.
ഋതു ജാൻവിയെ ഒന്ന് നോക്കി. പിന്നെ എന്തോ പറയാനായാഞ്ഞതും ആരോ അടിച്ചു വീഴ്ത്തിയതുപോലെ ജാൻവി പിന്നിലേക്കൊരു വീഴ്ചയായിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന ജാൻവിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ വല്ലാത്തൊരു ഷോക്കിലായി പോയി ഋതു. ഏതാനും നിമിഷം അവിടെ തന്നെ മരവിച്ചിരുന്നു പോയി അവൾ. ഉറക്കെ കരഞ്ഞുകൊണ്ട് ഋതു എഴുന്നേറ്റ് ചെന്ന് അവളെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്കതിനു കഴിഞ്ഞില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഏതാനും ആളുകൾ ചേർന്ന് അവളെ താങ്ങിയെടുത്ത് കാറിനുള്ളിൽ കിടത്തി. ഋതു അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ജാൻവിയെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് അവൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകി. അരമണിക്കൂർ നേരത്തെ മയക്കം കഴിഞ്ഞ് ജാൻവി പതിയെ ഉണർന്നു. നോക്കുമ്പോളുണ്ട് ഋതു അരികിൽ. ജാൻവി, ആർ യു ഓക്കെ? എന്താടാ പറ്റിയത് നിനക്ക്? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാനിപ്പോൾ എവിടാ? അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് തിരക്കി. ജാൻവി, നമ്മളിപ്പോൾ ദേ ഹോസ്പിറ്റലിലാണ്. എന്താടാ നിനക്ക് പറ്റിയത്? ഒന്നും ഓർമ്മ കിട്ടുന്നില്ല ഋതു. പെട്ടെന്നാരോ തലക്കടിച്ചതുപോലെ ഒരു ഫീലായിരുന്നു, അവൾ പറഞ്ഞു. BP കുറഞ്ഞതാണ്, സാരമില്ല. ഈ ട്രിപ്പ് തീർന്നാൽ നമുക്ക് പോകാം. നീ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്ക്. ജാൻവി ഒന്ന് മൂളി. അങ്ങനെ ട്രിപ്പൊക്കെ തീർന്ന് ഫാർമസിയിൽ നിന്ന് മരുന്നുകളും വാങ്ങി അവർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. ജാൻവിയെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്ത് നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഋതു തിരികെ പോയി. ഋതു പോകുന്നതും നോക്കി നിന്ന് അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ജാൻവി പതിയെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. 6ാം നിലയിലേക്കുള്ള ബട്ടൺ അമർത്തിയതും ലിഫ്റ്റ് പതിയെ മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങി. പെട്ടെന്നാണ് ജാൻവിക്ക് തോന്നിയത് ലിഫ്റ്റിനുള്ളിൽ തന്നോടൊപ്പം ആരോ ഉള്ളതുപോലെ. ലിഫ്റ്റിൻ്റെ നേർത്ത ഇരുമ്പിലിനപ്പുറം ആരോ ശ്വാസം വലിക്കുന്നത് പോലെ ഒരു ശബ്ദം കൂടി അവൾ കേട്ടു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അസാധാരണമായൊരു തണുപ്പ് ലിഫ്റ്റിൽ നിറയാൻ തുടങ്ങി. ജാൻവിയെ പതിയെ ഭയം പിടിമുറുക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളത് കണ്ടത്. ലിഫ്റ്റിൻ്റെ ഡോറിൽ നോക്കിയതും അവൾ ഞെട്ടി. അവൾക്ക് പിന്നിൽ മൂലയിൽ ആരോ നിൽക്കുന്നു. ശരീരത്തിൽ ഒരു വിറയൽ പടരുന്നത് ജാൻവി അറിഞ്ഞു. പെട്ടെന്നാണ് ജാൻവി അത് കണ്ടത്. ആ നിഴൽ ഇപ്പോൾ അതവളുടെ തൊട്ടു പിന്നിലാണ് നിൽക്കുന്നത്. പിൻകഴുത്തിൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുന്ന ശ്വാസം അവളെ പൊള്ളിക്കാൻ തുടങ്ങി. ജാൻവിയുടെ ദേഹം തളരാൻ തുടങ്ങി. തൊട്ടുപിന്നിൽ നിൽക്കുന്നയാളുടെ കൈകൾ അവളിലേക്ക് നീളാൻ തുടങ്ങുമ്പോഴാണ് 6ാം നിലയിൽ ലിഫ്റ്റ് ഓപ്പണായതും ജാൻവി ബോധം കെട്ട് പുറത്തേക്ക് വീണതും. അവൾ വീണത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ അവളെ താങ്ങിയെടുത്ത് ഒരു സോഫയിൽ കിടത്തി കുറച്ച് വെള്ളം മുഖത്തേക്ക് കുടഞ്ഞു. വെള്ളം തെറിച്ചു വീണതും ജാൻവി ഞെട്ടി എഴുന്നേറ്റു. എന്തുപറ്റി ജാൻവി? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. ഒന്നുമില്ല അങ്കിൾ, രാവിലെ മുതൽ BP കുറച്ച് ലോ ആയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നതാ. BP ഡൗൺ ആകുന്നതാ. എനിവേ, താങ്ക്സ് ടു ഓൾ. തന്നെ സഹായിച്ചവരോട് ഒരു പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ഡോർ തുറന്ന് തൻ്റെ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറി. ജാൻവി ആകെ അസ്വസ്ഥയായിരുന്നു. ലിഫ്റ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾക്കൊരു കോൾ വരുന്നത്. എടുത്തു നോക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഡിറ്ററാണ്. കോളെടുത്ത് എഡിറ്ററോട് സംസാരിക്കുമ്പോഴാണ് ജാൻവിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. അകത്തെ മുറിയിൽ സ്റ്റോർ റൂമിൻ്റെ ഇടതു സൈഡിലുള്ള ചെറിയ ഇടനാഴിയിലെ ഹാങ്ങറിൽ ഒരു വെള്ള ഷാൾ കിടക്കുന്നു. തനിക്ക് അങ്ങനെയൊരു ഷാൾ ഇല്ലല്ലോ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അതിൽ തന്നെ കണ്ണുകൾ ഊന്നിയിരിക്കുമ്പോഴാണ് വീണ്ടും അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നിഴൽ അവൾക്ക് മുന്നിലൂടെ പാഞ്ഞുപോയത്. അതും കൂടിയായപ്പോൾ പിന്നെ അവൾ ഒന്നും ആലോചിച്ചില്ല. അവിടെ നിന്നും മാറാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഫോൺ എടുത്ത് അവൾ ആദ്യം വിളിച്ചത് ഋതുവിനെയാണ്. ജാൻവി, യെസ് പറയടാ. അങ്ങേ തലക്കൽ ഋതു കോൾ എടുത്തു. ഋതു, നീ പറഞ്ഞത് ശരിയാണ്. ഈ ഫ്ലാറ്റ് ശരിയല്ല. എനിക്കിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം. പുതിയൊരിടം കിട്ടുന്നത് വരെ എനിക്ക് താമസിക്കാൻ നിന്റെ കെയർ ഓഫിൽ റൂമോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ഏർപ്പാടാക്കാമോ? പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ഞാൻ എല്ലാം പാക്ക് ചെയ്യാൻ പോവുകയാണ്, ജാൻവി പറഞ്ഞു. ജാൻവി, ഞാനൊന്ന് നാടുവരെ പോകുകയാണല്ലോ. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞേ വരൂ. അതുവരെ നീ അവിടെ ഓക്കെ ആണോ? ഋതു ചോദിച്ചു. ഇവിടെ നിന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട് മോളെ. ഇവിടെ എന്തോ കുഴപ്പമുള്ളതുപോലൊരു തോന്നൽ. കാരണമില്ലാത്തൊരു ടെൻഷനുണ്ട് എനിക്ക്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോടാ പ്ലീസ്? ജാൻവിയുടെ സ്വരം നേർത്തിരുന്നു. നീ ടെൻഷൻ ആവണ്ട. നീ ഒന്ന് ഫോൺ കട്ട് ചെയ്തേ. ഞാൻ ആരെയെങ്കിലും ഒന്ന് വിളിക്കട്ടെ. വീടൊരെണ്ണം കിട്ടുമോ എന്ന് ചോദിക്കാം. എന്നിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം, ഋതു പറഞ്ഞു. ഓക്കേടാ, ഈ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യണേ പ്ലീസ്. അത്രയും എമർജൻസി ആയതുകൊണ്ടാ. അതും പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്തു. പിന്നെ മുറിയിലേക്ക് ചെന്ന് തൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നേരത്തെ കണ്ട ആ വെള്ള ഷോളിനെ കുറിച്ച് അവൾ ഓർത്തത്. അവൾ പതിയെ എഴുന്നേറ്റ് സ്റ്റോർ റൂമിൻ്റെ അടുത്തേക്ക് നടന്നു. ഭിത്തി ചാരി നിന്ന് തലയെത്തിച്ച് പാസേജിലേക്ക് നോക്കി.
ഒരു വിറയൽ അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞു. ആ ഷോൾ അവിടെയില്ലായിരുന്നു. വെട്ടി വിയർത്തുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് ഓടി. വേഗം ഡ്രസ്സെല്ലാം ബാഗിൽ വാരി നിറച്ചു. ആ സമയത്താണ് ഋതുവിൻ്റെ കോൾ വന്നത്. ജാൻവി വേഗം കോൾ എടുത്തു. ഋതു, പറയടാ, എന്തായി? വീട് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നീ തൽക്കാലം അത്യാവശ്യം വേണ്ടതൊക്കെ പാക്ക് ചെയ്യേ. ബാക്കി നമുക്ക് നാളെ ഷിഫ്റ്റ് ചെയ്യാം. ഓ, താങ്ക് യു ഡിയർ. അല്ലടാ, നീ എങ്ങനെ ഈ ചെറിയ ടൈം കൊണ്ട് ഇങ്ങനെ ഒരെണ്ണം സെറ്റാക്കി? ജാൻവി അത്ഭുതത്തോടെ ചോദിച്ചു. ഈ ഋതു വിചാരിച്ചാൽ അങ്ങനെ പലതും നടക്കും മോളെ. സംസാരിച്ചിരിക്കാതെ നീ റെഡിയാക്, ഋതു പറഞ്ഞു. അല്ല ഋതു, ഇതിപ്പോൾ ആരുടെ വീടാണ്? നിനക്ക് നന്നായി അറിയാവുന്ന ആരുടെയെങ്കിലും ആണോ? എങ്കിൽ മാത്രം മതി. ഇനിയും റിസ്ക് എടുക്കാൻ വയ്യ മോളെ, ജാൻവി അല്പം സങ്കടത്തോടെ പറഞ്ഞു. നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ജാൻവി. എനിക്ക് നന്നായി അറിയാവുന്ന ആളാണ്. പുല്ലേപ്പടിയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ദേവി ചേച്ചിയുടെ വീടാണ്. ഞാൻ ആ പാർലറിലാണ് സ്ഥിരം പോകുന്നത്. ചേച്ചിയെയും ഫാമിലിയെയും എനിക്ക് നന്നായി അറിയാം. നീ വീടിൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ മനസ്സിൽ ദേവി ചേച്ചിയാണ് ആദ്യം വന്നത്. പ്രിയദർശിനി റോഡിലുള്ള അവരുടെ പഴയ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പ്ലാൻ ഇട്ടേക്കുവാണെന്ന് കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ വിളിച്ച് നിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചിക്ക് 100 വട്ടം സമ്മതം. നീ വേണേൽ ഇപ്പോൾ തന്നെ കയറി താമസിച്ചു എന്നാ ചേച്ചി പറയുന്നേ, ഋതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലടാ, അപ്പോൾ എഗ്രിമെൻറ്റും റെൻറ്റും ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ സംസാരിക്കണ്ടേ? നീ തൽക്കാലം റെഡിയായി ഇറങ്ങാൻ നോക്ക്. ലൊക്കേഷൻ ഞാൻ വാട്സപ്പ് ചെയ്യാം. പോകുമ്പോൾ ദേവി ചേച്ചിയുടെ അടുത്ത് കയറി താക്കോൽ വാങ്ങിച്ചോളൂ. ഈവനിങ് ദേവി ചേച്ചി വരും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്നാൽ ശരി, ഞാൻ ലൊക്കേഷൻ അയക്കാം. അതും പറഞ്ഞ് ഋതു കോൾ കട്ട് ചെയ്തു. ഫോൺ മാറ്റിവെച്ച് വീണ്ടും പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഋതുവിൻ്റെ വാട്സപ്പ് മെസ്സേജ് വന്നിരുന്നു. ലൊക്കേഷൻ അയച്ചിരിക്കുന്നു. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വാതിൽ പൂട്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി. സെക്യൂരിറ്റിയെ താക്കോൽ ഏൽപ്പിച്ച് വണ്ടിയെടുത്ത് അവൾ ആദ്യം പോയത് ദേവിയുടെ ഷോപ്പിലേക്കാണ്. അവിടെ ചെന്ന് ദേവിയെ അന്വേഷിച്ചപ്പോൾ അവരുടെ സ്റ്റാഫ് ഒരു താക്കോലെടുത്ത് ജാൻവിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മാം അത്യാവശ്യമായി പുറത്തു പോയിരിക്കുകയാണ്. താക്കോൽ വാങ്ങാൻ ആള് വരും. എടുത്തു കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ദാ താക്കോൽ. താക്കോൽ വാങ്ങി ആ പെൺകുട്ടിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ജാൻവി പുതിയ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. മുറ്റം ചരൽ പാകി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന, ചുറ്റോടു ചുറ്റും നിറയെ ആന്തൂറിയം ചെടികളുള്ള ഭംഗിയുള്ള വീട്. അതിൻ്റെ ഒരു കോണിലായി നിറയെ കായ്ച്ചു നിൽക്കുന്ന ലെമൺ വൈൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ ജാൻവിക്ക് വീടിഷ്ടമായി. അവൾ വാതിൽ തുറന്ന് അകത്ത് കയറി. ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടായിരുന്നു അത്. ജാൻവി ബാഗെല്ലാം ഷെൽഫിൽ കൊണ്ടുവച്ച് ജനലുകളുടെ കർട്ടനുകൾ വകഞ്ഞു മാറ്റി തുറന്നിട്ടു. ദിനാന്ത്യത്തിലെ ചൂടാറിയ വെയിൽ ജനലുകളിലൂടെ അകത്തേക്ക് വീണു. ബാഗിൽ നിന്ന് ഡ്രസ്സും സോപ്പും ടൗലുമൊക്കെയായി അവൾ കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞു വന്ന ജാൻവി നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഫ്ലാറ്റിൽ നിന്ന് പോരുമ്പോൾ കരുതിയിരുന്ന പാലെടുത്ത് അവൾ കോഫി ഉണ്ടാക്കി. കോഫി മഗ്ഗുമായി സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് അവൾ ഋതുവിനെ വിളിച്ചു. ഋതു, ഞാനിവിടെ എത്തി കേട്ടോ. നീ തിരിച്ചു വരുമ്പോൾ നേരെ ഇങ്ങോട്ട് തന്നെ വരണേ. ദേവി ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേടാ, ഞാൻ എത്തിയേക്കാം. അവൾ ഫോൺ കട്ട് ചെയ്ത് കയ്യിലെ കോഫി ഊതി കുടിച്ചുകൊണ്ട് ഫോണിലെ വീഡിയോസ് കണ്ടിരിക്കുമ്പോഴാണ് റോഡിലൊരാൾ ഗേറ്റിനപ്പുറത്ത് നിന്ന് ജാൻവിയെ നോക്കുന്നത് അവൾ കണ്ടത്. പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ അവൾക്കെന്തോ വല്ലായ്മ തോന്നി. അവളും അയാളെ കുറച്ചു നേരം നോക്കി. പിന്നെ അയാളോട് എന്തു വേണമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ അയാൾ വേഗം അവിടെ നിന്ന് പോയി. അത് കണ്ടൊരു ചിരിയോടെ ജാൻവി അകത്തേക്ക് പോയി. പകൽ പതിയെ ഒടുങ്ങി. എങ്ങും ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലാപ്ടോപ്പിൽ ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ റഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ സ്വരം കേട്ടത്. ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അല്പം സംശയത്തോടെ അവൾ ചോദിച്ചു, ദേവി ചേച്ചിയാണോ? പെട്ടെന്ന് മനസ്സിലായല്ലോ. അതെ, ദേവി തന്നെയാണ്. മുഴുവൻ പേര് ദേവി ജയലാൽ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറി. ഇരിക്കു ചേച്ചി, ഞാൻ കോഫി എടുക്കാം. ദേവിയോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ജാൻവി നേരെ അടുക്കളയിലേക്ക് പോയി. കോഫി ഉണ്ടാക്കി 2 കപ്പുകളിൽ ഒഴിച്ച് അവൾ ഹാളിലേക്ക് വന്നു. കപ്പുകളിലൊന്ന് അവൾ ദേവിക്ക് നേരെ നീട്ടി. താങ്ക്സ് ജാൻവി. അവളുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി ദേവി പറഞ്ഞു. താങ്ക്സ് ഞാനാണ് പറയേണ്ടത് ചേച്ചി. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വല്ല ഹോസ്റ്റൽ റൂമിലുമായിരുന്നേനെ. ഇതിപ്പോൾ എനിക്കൊരു സ്വർഗം കിട്ടിയതുപോലെയാണ്. കണ്ണുകളിൽ ചിരി നിറച്ച് ജാൻവി പറഞ്ഞു. എൻ്റെ വീടായതുകൊണ്ട് പറയുന്നതല്ല കുട്ടി. ഇവിടെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇവിടുന്ന് മാറാൻ ഇഷ്ടമുണ്ടായിട്ടല്ല മാറിയത്. സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അത് പോട്ടെ. ജാൻവിയുടെ കാര്യം പറഞ്ഞ് ഋതു എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നേരത്തെ താമസിച്ച ഫ്ലാറ്റിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന്. എന്തായിരുന്നു അത്? ദേവി ചോദിച്ചു. അത് പിന്നെ ചേച്ചി പറയാനുണ്ടെങ്കിൽ കുറച്ചുണ്ട്. ജാൻവി തുടക്കം മുതലുണ്ടായ കാര്യങ്ങളെല്ലാം ദേവിയോട് പറഞ്ഞു. അത് കേട്ട് ആകെ അമ്പരന്നു പോയി ദേവി.
അപ്പോൾ ആ ഫ്ലാറ്റിൽ ശരിക്കും പ്രേതമോ പിശാചോ ഒക്കെ ഉണ്ടോ? ഓ, കേട്ടിട്ട് പേടിയാകുന്നു. ജാൻവിയെ സമ്മതിക്കണം. ഇത്രയും ദിവസം എന്നിട്ടും അവിടെ നിന്നല്ലോ. ഞാനെങ്ങാനും ആയിരിക്കണം, അപ്പോഴേ ചത്തേനെ. ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ദേവി പറഞ്ഞു. അങ്ങനെ പേടിയൊന്നുമില്ല ചേച്ചി. പിന്നെ എന്നെപ്പോലെ ഒരു ജേർണലിസ്റ്റ് ഭയന്നിരുന്നാൽ പറ്റില്ലല്ലോ. ഈ പ്രൊഫഷന് ഭയം ചേരില്ല ചേച്ചി. ഇതിപ്പോൾ ഇതുകൂടി നിർബന്ധം പറഞ്ഞു അവിടെ ഇനി താമസിക്കണ്ട എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാറില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേച്ചിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ വിശ്വാസമുള്ള മനസ്സുകൊണ്ട് നോക്കിയാൽ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ചിലർക്കത് അനുഭവത്തിൽ വരികയും ചെയ്യും, ദേവി പറഞ്ഞു. എന്താ ചേച്ചിക്ക് അങ്ങനെ അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? പണ്ടൊരിക്കലും ഉണ്ടായിട്ടുണ്ട്. അന്ന് കുറേ ദിവസം അമ്പലത്തിലും മറ്റും കയറി ഇറങ്ങി ഞാൻ. ഉറക്കം നഷ്ടപ്പെട്ട കുറച്ച് ദിവസങ്ങൾ. ഓ, ഓർത്താൽ ഇപ്പോഴും പേടിയാകും. കണ്ണിൽ ഭീതി നിറച്ച് ദേവി പറഞ്ഞു. ഒന്നുമില്ലേ ചേച്ചി, ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലല്ലേ. മനസ്സും ശരീരവും ഒരുപോലെ ടയേർഡാകുമ്പോൾ തോന്നുന്ന ഹാലുസിനേഷനാണതെല്ലാം. എൻ്റേതും അങ്ങനെ ഒരു ഹാലുസിനേഷനാണ്, അല്ലാതെ പ്രേതമൊന്നുമില്ല. അങ്ങനെ തീർത്തും പറയാൻ കഴിയില്ല ജാൻവി. മുഖത്തേക്ക് വീണ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ദേവി പറഞ്ഞു. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ചേച്ചി. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അനുഭവം ഉണ്ടാകണം. എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മരിച്ചുപോയ ഒരാളുടെ ആത്മാവ് എൻ്റെ മുന്നിൽ വന്നു നിന്നാൽ ഞാൻ വിശ്വസിക്കാം, അല്ലാതെ നോ വേ. ഒരു ചെറുചിരിയോടെ ജാൻവി കയ്യിലെ മഗ് ചുണ്ടോടടുപ്പിച്ചു. ആഹാ, അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്നു നിന്നാലേ വിശ്വാസമാകുമല്ലേ? ആള് കൊള്ളാലോ, ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൂടെ ജാൻവിയും ചിരിച്ചു. അല്ല ചേച്ചി, നമ്മളിങ്ങനെ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? വീടിൻ്റെ അഡ്വാൻസും റെൻറ്റും ഒക്കെ എങ്ങനെയാണ്? പറഞ്ഞിരുന്നേൽ ഇപ്പോൾ തന്നെ നമുക്കതങ്ങ് സെറ്റിൽ ചെയ്യാമായിരുന്നു. വേഗം തീർക്കേണ്ടത് വേഗം തന്നെ തീർക്കുന്നതാണ് എനിക്കിഷ്ടം. ശരിയാണ് ജാൻവി പറഞ്ഞത്. വേഗം തീർക്കേണ്ടത് വേഗം തന്നെ തീർക്കണം, വെറുതെ വൈകിപ്പിക്കരുത്. അല്പം ഗൗരവത്തിലാണ് ദേവി പറഞ്ഞത്. പെട്ടെന്നാണ് ജാൻവിയുടെ ഫോൺ റിങ് ചെയ്തത്. ചേച്ചി, ദേ ഋതുവാണ് വിളിക്കുന്നത്. ഫോൺ ദേവിക്ക് നേരെ തിരിച്ചുകൊണ്ട് ജാൻവി പറഞ്ഞു. ശേഷം അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഋതു, പറയടി, ജാൻവി പറഞ്ഞു. ഋതു എന്തോ പറഞ്ഞെങ്കിലും റേഞ്ച് പോകുന്നതുകൊണ്ട് അവളുടെ സംസാരം മുറിഞ്ഞു മുറിഞ്ഞാണ് ജാൻവിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഋതു, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഋതുവിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നിലിരിക്കുന്ന ദേവിയോട് ഒരു മിനിറ്റ് എന്ന ആംഗ്യം കാണിച്ച് ജാൻവി മുറ്റത്തേക്കിറങ്ങി. മുറ്റത്തൊരു കോണിലായി നിൽക്കുന്ന ലെമൺ വൈനിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് അവൾ ഋതുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അങ്ങേ തലയ്ക്കൽ കോൾ അറ്റൻഡായി. ഋതു, പറയടാ, നേരത്തെ റേഞ്ച് ഇല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ദേ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ ക്ലിയറായി. ഞാൻ ദേവി ചേച്ചിയെ വിളിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചു. ചേച്ചി ഇപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ജാൻവി. ഒരു അരമണിക്കൂറിനുള്ളിൽ ചേച്ചി അവിടെ എത്തും. റെൻറ്റും മറ്റു കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്തുക കേട്ടോ. ഞാൻ നാളെ ഈവനിങ് അവിടെ എത്തും. നമുക്കപ്പോൾ കാണാം. എങ്കിൽ നീ വെച്ചോ, ഓക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് ഋതു കോൾ കട്ട് ചെയ്യുമ്പോൾ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ജാൻവി. ഹൗസ് ഓണർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഋതു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദേവി എന്ന പേരിൽ ഇപ്പോൾ തൻ്റെ കൂടെയുള്ളത് ആരാണ്? ആരാണ് അകത്തിരിക്കുന്നത്? ഇനി വല്ല കവർച്ചാ സംഘത്തിലുള്ള സ്ത്രീകളുമായിരിക്കുമോ? ആണെങ്കിൽ തന്നെ ഇത്ര കറക്റ്റായി ദേവി എന്ന പേരിൽ തന്നെ അവർ എങ്ങനെ വന്നു? ഒരു 100 ചോദ്യങ്ങൾ ജാൻവിയുടെ ഉള്ളിലൂടെ കടന്നുപോയി. അവളിൽ ഭയം നിറയാൻ തുടങ്ങി. അവൾ മെല്ലെ തിരിഞ്ഞ് വീടിനെ നോക്കി. പെട്ടെന്നാണ് കറണ്ട് പോയത്. ക്ഷണനേരം കൊണ്ട് ചുറ്റോടു ചുറ്റും കൂരിരുൾ നിറഞ്ഞു. എങ്കിലും 1-2 നിമിഷം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ആ നിമിഷം അവൾ കണ്ട കാഴ്ച, താൻ നിൽക്കുന്നത് പുതിയ വീട്ടിലല്ല, തൻ്റെ പഴയ ഫ്ലാറ്റിനുള്ളിൽ തന്നെയാണെന്ന് കണ്ടതും ജാൻവിയുടെ തലവെരുത്തു. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാതെ ആകെ മരവിച്ച് നിൽക്കുമ്പോഴാണ് പിന്നിൽ ആരുടെയോ കാൽപെരുമാറ്റം അവൾ കേട്ടത്. അവൾ മെല്ലെ മെല്ലെ തലതിരിച്ചു നോക്കി. അവിടം ശൂന്യമായിരുന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ കൈത്തലം കൊണ്ട് മുഖം അമർത്തി തുടച്ചു. പെട്ടെന്ന് അവളെ ഞെട്ടിച്ചുകൊണ്ട് ആരുടെയോ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി. ഒന്ന് ഞെട്ടി പിന്നിലേക്ക് നീങ്ങിയതും ഒരു ഭിത്തിയിൽ തട്ടി അവൾ നിന്നു. പക്ഷെ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത്, താൻ ചാരി നിൽക്കുന്നത് ഭിത്തിയിലല്ല, ആരുടെയോ ഉറച്ച ശരീരത്തിൽ, ആ നെഞ്ചിലേക്ക് ചേർന്നാണ്. പിന്നിൽ നിൽക്കുന്ന ആളിൻ്റെ കിതപ്പ് അത്രയും അടുത്ത് അവളുടെ ചെവിയിൽ മുഴങ്ങി. അവളുടെ പിൻകഴുത്തിൽ തട്ടുന്ന കെട്ട ചോരയുടെ ദുർഗന്ധം വമിക്കുന്ന ശ്വാസം. ജാൻവിയുടെ തൊണ്ട വരളാൻ തുടങ്ങി. ഇരുജന്നികളിലൂടെയും വിയർപ്പ് കുതിച്ചൊഴുകി.
ഒരു ഓട്ടമത്സരത്തിൽ ഓടിയിട്ടെന്ന പോലെ അവളുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി ഭയം എന്ന വികാരം എന്താണെന്ന് ജാൻവി അറിയാൻ തുടങ്ങുകയായിരുന്നു. ഇതാരാണ്? വിക്കി വിക്കി അവൾ ചോദിച്ചു. പക്ഷേ പിന്നിൽ നിന്ന് ഉത്തരമുണ്ടായില്ല. പകരം ആ ശരീരം ഒന്നുലഞ്ഞു. ഭയത്താൽ ജാൻവി കണ്ണുകൾ ഇറുകെ അടച്ചു. കനത്ത നിശബ്ദതയിൽ മുറിയിലാകെ ഉയർന്നു കേൾക്കുന്ന ഹൃദയമിടിപ്പിനും ശ്വാസഗതിക്കും മുകളിൽ മറ്റാരുടെയോ കിതപ്പും മുരൾച്ചയും കേട്ട് അവളുടെ ശരീരം വിറച്ചു. നീയല്ലേ ജാൻവി പറഞ്ഞത് കൺമുന്നിൽ കാണാതെ നീ വിശ്വസിക്കില്ല എന്ന്? നിന്നെ വിശ്വസിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നിൽ നിൽക്കുന്നയാൾ ഒരു മുരൾച്ചയോടെ പറഞ്ഞു. തൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് ആ നിമിഷം ജാൻവിക്ക് മനസ്സിലായി. പക്ഷെ അതൊരു മനുഷ്യ സ്ത്രീയല്ലെന്ന് അവൾക്ക് തോന്നി. സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് കൊടുന്നനെ അവൾ തിരിഞ്ഞു. പക്ഷെ ആ ഭിത്തിക്കും അവൾക്കുമിടയിൽ ആരുമില്ലായിരുന്നു. അവൾക്കൊന്നുറക്കെ കരയാൻ തോന്നി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് മേശയിൽ ഒരു കത്രിക ഇരിക്കുന്നത് അവൾ കണ്ടത്. ഓടിച്ചെന്ന് അതെടുത്ത് നീട്ടിപ്പിടിച്ച് അവൾ ഉറക്കെ അലറി. ആരാണ് നീ? നിനക്കെന്താ വേണ്ടത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? അവൾ നിന്ന് കിതച്ചു. ആ നിമിഷമാണ് എവിടെ നിന്നോ ഒരു വെള്ള ഷാൾ പറന്നു വന്ന് അവളുടെ മുന്നിൽ വീണത്. അത് കണ്ട് അവളൊന്ന് ഞെട്ടി. ഇന്നലെ മുറിയിൽ കണ്ട അതേ ഷാൾ. അവളുടെ കയ്യിൽ നിന്ന് കത്രിക താനെ താഴേക്ക് വീണു. അവൾ ആ ഷാളിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് വീണ്ടും ആ സ്വരം അവളുടെ കാതിൽ കേട്ടത്. നിനക്ക് വിശ്വാസമില്ലാത്തതൊക്കെ നേരിൽ കാണിച്ചു തന്ന് വിശ്വസിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ ജാൻവി? മുഴുവനായി വിശ്വസിപ്പിക്കാൻ ഞാൻ നിനക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. എൻ്റെ പേര് ലയ എന്നാണ്. നിന്റെ പക്കൽ എൻ്റെ കുറേ ഫോട്ടോസ് കാണുമല്ലോ ജാൻവി. തിരിച്ചറിയാനാവാത്ത വിധം ജീർണിച്ചു പോയ എൻ്റെ ഫോട്ടോസ്. അന്നെനിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിനക്ക് ഈ ഭയമില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ മാത്രം എന്തിനാണ് ഈ ഭയം? അത് കേട്ടതും ജാൻവി ആകെ വിറച്ചുപോയി. അവൾ അലറിക്കൊണ്ട് തിരിഞ്ഞതും താഴെ കിടന്ന വെള്ള ഷാൾ പറന്ന് അവളുടെ മുഖത്തേക്ക് വീണു. ആ വെളുത്ത പ്രതലത്തിൽ വിളറി വെളുത്ത് ചാരനിറമുള്ള മുഖവും അതിൽ കണ്ണുകളുടെ സ്ഥാനത്തുള്ള 2 കറുത്ത കുഴികളിലൂടെ ഒലിച്ചിറങ്ങിയ കൊഴുത്ത ചോരയുമായി ലയയെ കണ്ടതും ജാൻവി കുഴഞ്ഞ് താഴേക്ക് വീണു. നിനക്കെന്താ വേണ്ടത്? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിന്നെ എനിക്ക് അറിയുക പോലുമില്ല. അലറിക്കരഞ്ഞുകൊണ്ട് ജാൻവി പറഞ്ഞു. നീ ഒന്നും ചെയ്തില്ലല്ലേ? ആര് പറഞ്ഞു ജാൻവി നീ ഒന്നും ചെയ്തില്ല എന്ന്? ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് നീയല്ലേ? നിനക്കതറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓർക്കുന്നുണ്ടോ 2 മാസങ്ങൾക്ക് മുമ്പുള്ള ആ രാത്രി? പ്രാണനെപ്പോലെ സ്നേഹിച്ച ഒരുവന്റെ ചതിയിൽ പാതി ചത്ത് അവൻ്റെ കൈകൊണ്ട് മരിക്കാതിരിക്കാൻ ജീവനും വാരിപ്പിടിച്ച് എങ്ങോട്ടെന്നില്ലാതെ ഞാൻ ഓടിയ ആ രാത്രി. ഒരിറ്റ് ദയയ്ക്കു വേണ്ടി നിനക്ക് മുന്നിൽ ഞാൻ കൈനീട്ടിയ ആ രാത്രി. ഫോണിൽ സംസാരിച്ചു വണ്ടി ഓടിച്ചു വന്ന നീ ദൂരെ നിന്ന് എന്നെ കണ്ടിട്ടും നിർത്താതെ എന്നെ ഇടിച്ചിട്ടിട്ടു പോയ ആ രാത്രി. എന്നെ കൊല്ലാൻ വന്നവന് നീ സൗകര്യമുണ്ടാക്കി കൊടുത്ത ആ രാത്രി. നീ ചെയ്ത സഹായം കൊണ്ട് അവൻ എന്നെ എളുപ്പം കൊല്ലാൻ കഴിഞ്ഞ ആ രാത്രി. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ നിനക്ക്? പല്ലിറുമി മുരണ്ടുകൊണ്ട് ലയ പറഞ്ഞു നിർത്തുമ്പോൾ ജാൻവി അന്നത്തെ ആ രാത്രി ഓർത്തെടുത്തു. സുഹൃത്തുക്കൾക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കിയതിൻ്റെ ട്രീറ്റ് കൊടുത്തു മടങ്ങിയ രാത്രി. കുറച്ച് വോഡ്ക കഴിച്ചതിൻ്റെ ഹാങ് ഓവറും പിന്നെ ഫോണിൽ സംസാരിച്ചു കൊണ്ടുള്ള ഡ്രൈവിങ്ങും കാരണം വണ്ടിക്ക് നേരെ ആരോ കൈ നീട്ടുന്നത് കണ്ടെങ്കിലും സ്റ്റിയറിങ്ങിൻ്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോവുകയായിരുന്നു. പാഞ്ഞു ചെന്ന കാർ ആരെയോ ഇടിച്ചിട്ടെന്ന് കണ്ടെങ്കിലും കൂട്ടിനാരുമില്ലാത്തതിനാൽ നന്നായി ഭയന്നുപോയതുകൊണ്ട് വണ്ടി നിർത്താനോ വീണ് കിടക്കുന്നത് ആരാണെന്ന് നോക്കാനോ ആ സമയം തോന്നിയിരുന്നില്ല. ആ ഭാഗത്ത് CCTV ഇല്ലാതിരുന്നതിനാലും പിന്നാലെ ഒരു വണ്ടി ആ നേരത്ത് വന്നതും അതൊരു അവസരമായി എടുത്തുകൊണ്ട് താൻ അന്നവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അത്രയും ഓർത്തതും അവൾ അറിയാതെ ദൈവത്തെ വിളിച്ചുപോയി. അത് ലയയായിരുന്നോ? അവളുടെ ആ ആത്മഗതത്തിന് ലയയാണ് മറുപടി പറഞ്ഞത്. അതെ, അത് ഞാൻ തന്നെയായിരുന്നു. നീ പകുതിയാക്കിയത് അവൻ വളരെ ഈസിയാക്കി പൂർത്തിയാക്കി. അല്ല, എന്നെ ഇല്ലാതാക്കാൻ നീ അവനെ സഹായിച്ചു. അതാണ് സത്യം ജാൻവി. എന്നെ കൊന്ന് കായലിൽ തള്ളി രക്ഷപ്പെട്ടെന്ന് കരുതി അവൻ പോയി. അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ. അവൻ എനിക്ക് തന്നതിനേക്കാൾ വേദനയുള്ളൊരു മരണം ഞാൻ അവന് കൊടുത്തു. ഇനി നിന്റെ ഊഴമാണ് ജാൻവി. അവൻ പോയിടത്തേക്ക് നിനക്കും പോകാം. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വന്ന് ലയ ജാൻവിയെ കഴുത്തിൽ പിടിച്ച് പൊക്കിയെടുത്തു. തണുത്തുറഞ്ഞ ലയയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ജാൻവി അവളോട് കെഞ്ചി. എന്നെയൊന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലരുത് ലയ. എനിക്കൊരബദ്ധം പറ്റിപ്പോയി. അബദ്ധമാണോ നിനക്ക് പറ്റിയത്? സ്വന്തം കയ്യിലെ തെറ്റുകൊണ്ട് ഒരാൾക്ക് അപകടം സംഭവിക്കുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നത് തെറ്റല്ലേ? അതിനേക്കാൾ വലിയൊരു തെറ്റ് വേറെ എന്താണുള്ളത്?
നീ ഇല്ലാതാകണം ജാൻവി. നിന്നെ പോലുള്ളവർ ജീവിക്കാൻ പാടില്ല. ലയ മുരണ്ടു. അവളുടെ കറുത്ത കുഴി പോലുള്ള കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. അവൾ ജാൻവിയെ നോക്കി ഉറക്കെ അലറി. കെട്ടചോരയുടെ ഗന്ധമുള്ള അവളുടെ ശ്വാസം ജാൻവിയെ പൊതിഞ്ഞു. ലയയുടെ കയ്യിൽ കിടന്ന് ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. പതിയെ പതിയെ ജാൻവിയിൽ നിന്ന് അവളുടെ ആത്മാവ് ഊർന്നു പോകാൻ തുടങ്ങി. പിടഞ്ഞു പിടഞ്ഞ് ജാൻവിയുടെ ശരീരം പതിയെ നിശ്ചലമായി. പ്രതികാരം പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ലയ ഉറക്കെ ഉറക്കെ ചിരിച്ചു. പിന്നെ പതിയെ ഒരു കാറ്റുപോലെ അവൾ മാഞ്ഞുപോയി. പിറ്റേന്നത്തെ പത്രങ്ങളുടെ എല്ലാം ഹെഡ്ലൈൻ ജാൻവി ആയിരുന്നു. കേരള ടുഡേ ജേർണലിസ്റ്റ് ജാൻവി മേനോൻ കലൂരിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. AC-യിലെ ലീക്കേജ് കാരണമുണ്ടായ പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം പോലീസ് സ്റ്റേഷനിൽ പ്രിയദർശിനി റോഡിലെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ ജാൻവി വീണ്ടും എന്തിനാണ് ഫ്ളാറ്റിലേക്ക് പോയത്? എന്തു തോന്നുന്നു ഋതുവിന് ഇതേക്കുറിച്ച്? SI ചോദിച്ചു. എനിക്കറിയില്ല സാർ. പക്ഷെ ഒന്നുറപ്പാണ്, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലം അയാളോട് കണക്ക് ചോദിക്കും. അതിനുവേണ്ടി അത് ചിലരെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും സാർ. പറഞ്ഞു നിർത്തുമ്പോൾ ഗൂഢമായൊരു ചിരിയുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. സ്റ്റേഷന് പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ മുകളിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു, ലയ, നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു തന്നു. അന്ന് കായലിൽ പൊന്തിയ ശരീരം നിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്. എനിക്കറിയാമായിരുന്നു ആനന്ദ്, അവനാണ് നിന്റെ ഈ വിധിക്ക് കാരണമെന്ന്. ജാൻവിയോടാണ് ഞാൻ എൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ചെല്ലാം ഷെയർ ചെയ്തത്. ഞാനും നിന്നെപ്പോലൊരു ഓർഫണാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല ലയ. ജാൻവിയോട് നീയും ഞാനും ഓർഫനേജിൽ ഒന്നിച്ചു വളർന്നതാണെന്ന സത്യം പറയാനിരിക്കുമ്പോഴാണ് അന്നത്തെ സംസാരത്തിനിടയ്ക്ക് നിന്നെ ഏതോ വണ്ടി ഇടിച്ചിട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജാൻവിയുടെ മുഖം മാറുന്നത് ഞാൻ കണ്ടത്. അന്ന് തോന്നിയ സംശയം ഉറപ്പിക്കാൻ ഞാൻ അത് അന്വേഷിച്ചു പോയി. നിന്നെ ഇടിച്ചിട്ടത് ജാൻവിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ കൈകൊണ്ട് തന്നെ അവളെ കൊല്ലാനായിരുന്നു ലയ എൻ്റെ പ്ലാൻ. അതിനുവേണ്ടിയാണ് ഞാൻ അവളെ ആ വീട്ടിലേക്ക് എത്തിച്ചത്. പക്ഷേ എനിക്ക് മുന്നേ നീ അത് ചെയ്തു. ഒന്നോർത്താൽ ഇത് തന്നെയാണ് ശരി ലയ. നിന്റെ പ്രതികാരം നീ തന്നെയാണ് പൂർത്തിയാക്കേണ്ടത്. അത്രയും ഓർത്തുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ അവളെ തഴുകിയൊരു കാറ്റ് കടന്നുപോയി. ഇളം തണുപ്പുള്ള പനിനീർപ്പൂവിൻ്റെ ഗന്ധമുള്ള കാറ്റ്.